പഞ്ചായത്തിലാണ് എൻ്റെ വീട്. 10ാം വാർഡിലാണ്. പിന്നെ ഇവിടെ ഞാൻ അത്യാവശ്യം കുറച്ച് കൃഷിയും കാര്യങ്ങളുമൊക്കെ 10-60 സെൻറ്റ് സ്ഥലം കൃഷിയും കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളവർ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇതേപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഇപ്പോൾ ഈ കൃഷിയിൽ നിന്ന് നമുക്ക് യാതൊരു പ്രയോജനമില്ല. പന്നിയുടെ ശല്യം വളരെ കൂടുതലായതിൻ്റെ പേരിൽ ഒരു രീതിയിലുള്ള ഒരു സഹായങ്ങളോ അധികാരികളോ കാര്യങ്ങളോ അവരാരും ചെയ്യുന്നില്ല. പഞ്ചായത്ത് ഇടപെടുന്നില്ല. നമുക്ക് ഒരു സഹായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം വെറുതെ കിടക്കുകയാണ്. കണ്ടതൊക്കെ വെറുതെ കിടക്കുകയാണ്. 700 മൂട് ചീനിയും അതിൻ്റെ വാഴയും ചേനയും ചേമ്പും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. എൻ്റെ കൂടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരേപോലെ എല്ലാം കൃഷിയും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഒരു രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് വന്നിരിക്കുകയാണ്. ഒരു തെങ്ങിൻ തൈ നട്ടാൽ പോലും അത് കുത്തിയിളക്കി കളയുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ചേനയോ ചേമ്പോ ഞങ്ങൾ കുറച്ച് പേര് സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. ബാക്കിയുള്ള ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ 1-2 പണിക്കാരെ വിളിച്ചിട്ട് ചെയ്യും. പക്ഷേ അതല്ലാതെ ഇത് ഒരു ഉപജീവനമാർഗമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഒരു രീതിയിലുള്ള ഒരു പയർ തൈ പോലും നട്ട് ഒരു 4 പയർ പറിക്കാനോ അല്ലെങ്കിൽ 4 ചീര പറിക്കാനോ കാര്യങ്ങളൊന്നും പറ്റാത്ത ഒരവസ്ഥയായിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആൾക്കാർ ആരെങ്കിലും ഇതൊന്ന് കണ്ണു തുറക്കണമെന്ന് ഒരു ആഗ്രഹമേ ഉള്ളൂ. അത് ചെയ്യണമെന്ന് തീർത്തി. മാസം വേണം ഒരു ചീനി വിളഞ്ഞ് റെഡിയായി വരണമെന്നുണ്ടെങ്കിൽ. നമ്മളെന്നും രാത്രി 10 മണിക്കും 12 മണിക്കും വന്ന് നമുക്കിവിടെ കാവലിരിക്കാൻ പറ്റത്തില്ല. വീട്ടിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ രീതിയിലാണ് നശിപ്പിച്ചിട്ടേക്കുന്നത്. ഇപ്പോൾ ഒരു ചീര പോലും നടാനുള്ള അവസ്ഥ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണമെന്ന്, സഹായം ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. സ്വന്തമായിട്ട് നിലമുണ്ട്, നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അത് പന്നി എല്ലാം നശിപ്പിച്ച് നാശമാക്കിയിട്ടേക്കുക. മുഴുവേലിയിടാനുള്ള ഒരു സഹായം പഞ്ചായത്തിന് തരണം. കടമ്പനാട് പഞ്ചായത്തിൻ്റെ 9ാം വാർഡിലുള്ള കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാട്ടുപന്നിയുടെ പ്രശ്നമാണ്. അത് ഒന്നാമതായിട്ടും ഈ പച്ചക്കറികളോ അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളോ നെൽകൃഷികളോ ഒന്നും ചെയ്യാനൊക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പം കടമ്പനാട് പഞ്ചായത്തിൽ. എല്ലാ വാർഡിലും എന്ന് പറയാം. പഞ്ചായത്ത് നടപടികളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും അതത്ര ഒന്നും ക്ലിയറായിട്ടൊന്നും പോകുന്നതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായങ്ങൾ, പന്നിശല്യമാണ് മെയിനായിട്ടുള്ളത്. പന്നിശല്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കർഷകരെ സഹായിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഇപ്പം കൃഷി തന്നെ എല്ലാവരും അത് വേണ്ടാന്ന് വെച്ച ഒരു രീതിയിലാണുള്ളത്. കാരണം ഒരു 2-3 വർഷം മുമ്പ് അങ്ങനെ കൂടുതൽ ശല്യം ഇല്ലെങ്കിൽ ഇപ്പോൾ 5-6 മാസം മുമ്പ് ഒരുപാട് ശല്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ കർഷകരൊന്നും ഇപ്പം കൃഷി ചെയ്യാനുള്ള ഒരു ആഗ്രഹവുമില്ല, അവരെ പോകുന്നുമില്ല. അത് പഞ്ചായത്തോ ബ്ലോക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ എവിടെന്നെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാൽ അത് വളരെ നല്ലതായിരിക്കും. അത് വ്യസലിപ്തമായ ഒരു പച്ചക്കറിയൊക്കെയാണ് നമ്മുടെ മണൽക്കണ്ടം കേന്ദ്രീകരിച്ച് എല്ലാവരും ചെയ്യുന്നത്, പല കർഷകരും. കാരണം ഇവിടെ കൂടുതൽ ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരു കൃഷിയോടൊരു ആത്മാർത്ഥം കൊണ്ടാണ് എല്ലാവരും അങ്ങനെ കൃഷി ചെയ്തിരുന്നത്. അതൊക്കെ പഞ്ചായത്തിൻ്റെയും അതേപോലെ തന്നെ ഈ കൃഷി വകുപ്പിൽ നിന്ന് വേണ്ടതുപോലെ ഞങ്ങളെ പരിഗണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം കർഷകർ അതിനോട് പ്രതികരിക്കാത്തതും കൃഷി ചെയ്യാൻ താല്പര്യമില്ലാത്തതും. ഫസ്റ്റ് പറയാൻ വേണ്ടി എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് ഞങ്ങളുടെ മണൽക്കണ്ടം മേലായിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണെന്ന് ഞാൻ അഭിപ്രായം പറയാനുണ്ട്. കടമ്പനാട് പഞ്ചായത്തിലെ മണൽക്കണ്ടം മേലായിലെ ആണ് പ്രധാനപ്പെട്ട വിഷയം. 9, 10, 11, 12 വാർഡുകളിലോ കേന്ദ്രീകരിച്ചാണ് ഈ മണൽക്കണ്ടം മേല സ്ഥിതി ചെയ്യുന്നത്. അത് ഏകദേശം താഴത്ത് വയൽ വരെയും കൃഷി ഈ ഏല നീണ്ടു കിടക്കുന്ന ഒരു രീതിയാണ്. വേനൽക്കാലമാകുമ്പോൾ വെള്ളത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നമുണ്ട്. അതിനും വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. സാറൊക്കെ ഞാൻ കടമ്പനാട് പഞ്ചായത്തിൽ 9ാം വാർഡിൽ താമസിക്കുന്ന ഒരു കർഷകനാണ്. എൻ്റെ പന്നി ശല്യം കൊണ്ട് എനിക്ക് പ്രതി ഇല്ലാതിരിക്കുകയാണ്. എൻ്റെ ഇപ്പം വാഴയാണ് നശിപ്പിക്കുന്നത്. മറ്റ് നേരത്തെ ചീനിയായിരുന്നു. ചീനി കഴിഞ്ഞതിന് ശേഷം ഇപ്പം വാഴയുടെ മണ്ടേ കയറിയിരിക്കുകയാണ്. അതിനാൽ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് താല്പര്യം. കടക്കടത്ത് വയൽ ശിവനമ്പലത്തിന് കിഴക്ക് ഭാഗത്ത് കിഴക്ക് വശം ഉള്ള ഏലയാണ്
പന്നിശല്യം രൂക്ഷമാണ്, കൂടുതലാണ്. അത് ഞാൻ പറഞ്ഞ കടമ്പനാട് പഞ്ചായത്തിലെ 9-ാം വാർഡിലെ മണക്കണ്ടം വയൽ ഏല ശിവനമ്പലത്തിന് കിഴക്ക് വശം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന കടമ്പനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 9-ാം വാർഡ് മണൽക്കണ്ടം ഏലായിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അതിര് കാക്കും സൈനികരും വയൽ കാക്കും കർഷകരും നാടിനാവശ്യം എന്ന ആവശ്യം ഇന്ന് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യം നമുക്കിപ്പോൾ കാണുവാൻ മനസ്സിലാക്കുന്നുണ്ട്. പന്നിശല്യം അതിരൂക്ഷമായ ഈ മേഖലയിൽ നമുക്കറിയാം, വിവിധ പഞ്ചായത്തുകളിൽ കൃഷിയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും സർക്കാരിൻ്റെ ഫണ്ടുകളിൽ നിന്നും വെച്ചിട്ടുള്ള സംരക്ഷണ വേലി പദ്ധതി കടമ്പനാട് ഗ്രാമപഞ്ചായത്തിൽ ഇവിടുത്തെ കർഷകർ പറയുന്നത്, കടമ്പനാട് ഗ്രാമപഞ്ചായത്തിൽ അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ എന്ന് പോലും മുൻപിരുന്ന പഞ്ചായത്ത് ഭരണസമിതിയും ചെയ്തിട്ടില്ല. തുടർന്ന് വരുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി ഇവിടുത്തെ കർഷകരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ച് ഇവർക്ക് വേണ്ട ധനസഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് മാത്രമാണ് നമുക്ക് ഇത്തരത്തിലൂടെ പറയുവാനുള്ള അവസരം.